മാത്രമല്ല ഇതിനകത്ത് തന്നെ റഷ്യയുടെ കാര്യം പറയും മീഡിയേഷൻ. പക്ഷേ റഷ്യ അനുകൂലമായിട്ട് നിൽക്കുന്നത് ഇറാൻ എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചകൾ വരുന്നുണ്ട്. അവർ അടുത്ത പുതിയ വ്യോമതാവളങ്ങൾ ഇറാന് വേണ്ടി നിർമ്മിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വരുന്നുണ്ട്. അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളാണ് പേടിയോട് നോക്കുന്നത്. അമേരിക്ക എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഇറാനും റഷ്യയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു അവർക്കൊരു വെല്ലുവിളി അല്ലെങ്കിൽ അവർക്ക് നേർക്ക് നിൽക്കുന്ന ഒരു വലിയൊരു തടസ്സമായിട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഒരു നിലപാടിൽ റഷ്യ നമുക്കറിയാം ആണവ ഭീമന്മാരാണ്. അവരുടെ ഒരു നിലപാട് ഇതിനകത്ത് നിർണായകമാണ്. എനിക്ക് തോന്നുന്നു ഈ കളത്തിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളുടെ പേരൊന്ന് റഷ്യയും ഒന്ന് ഇന്ത്യയും തന്നെയാണ്. ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനൊപ്പം ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഒരു മമത പാകിസ്ഥാൻ ഈ ഒരു ഇതിനകത്ത് ഈ പഹൽഗാം അറ്റാക്കിലടക്കം ഇറാന്റെ പങ്ക് പേരിനെങ്കിലും അവിടെ പേരുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇന്ത്യ അങ്ങനെ ഇപ്പം ഒരു എന്താ പറയുക സേഫ് ഡിസ്റ്റൻസ് ആയിരിക്കും ഇറാനുമായിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനൊപ്പം ഇന്ത്യ ഒരു പക്ഷേ നിന്നേക്കാം. അങ്ങനെ രീതിയിൽ വരുമ്പോഴത്തേക്കാണ് കാര്യങ്ങൾ നേരത്തെ മനുഷ്യ പറയുമ്പോൾ അത് രണ്ടൊരു തട്ടായിട്ട് മാറും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇറാനൊപ്പം റഷ്യ ചേരുമ്പോൾ ഇസ്രായേലിനൊപ്പം അമേരിക്കയും ഇന്ത്യ അടക്കം ചേരുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഒരു വലിയൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബെൽറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു പാകിസ്ഥാൻ തുർക്കി അടക്കമുള്ള ഒരു ബെൽറ്റ് ചിലപ്പോൾ ഇറാനൊപ്പം അവിടെ ചേരുന്നു. എർദോഗൻ വളരെ വ്യക്തമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു ഇറാനൊപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ നേരത്തെ ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഒരു പുതിയ അച്ചുതണ്ട് ഇറാന്റെ ഒരു എനിക്കൊന്ന് അതിനകത്താണ് ഇറാൻ ഒരു ദീർഘവീക്ഷണം എന്ന് തന്നെ പറയാം. അതിനകത്ത് കൊണ്ടുവന്നൊരു രീതി ഇപ്പൊ നമുക്കറിയാം ഈ ഒരു യുദ്ധങ്ങളോ അല്ല പശ്ചാത്തലം എല്ലാം കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ഒരു ഏകദേശം ചിത്രം തെളിഞ്ഞു വരുന്നത് ഇതുപോലെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ രണ്ട് തട്ടായിട്ട് മാറുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ബാധിക്കാൻ പോവുകയാണ്. അമേരിക്ക അടക്കം ഇല്ലെങ്കിൽ ഇന്ത്യ എല്ലാം ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കൂടെ ഇതിനകത്ത് ഒരു ഇൻവോൾവ് ആവുകയാണ്. അപ്പോൾ അത് വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഇനി നമ്മളെ സമ്പദ് വ്യവസ്ഥ തന്നെ ഒരു രാജ്യം തന്നെ നമ്മുടെ രാജ്യങ്ങളടക്കം നമ്മുടെ രാജ്യം അടക്കം പട്ടിണിയിലാവുമോ ഇല്ലേ എന്നുള്ള രീതിയിൽ വരെ എത്തിക്കുന്ന നിർണായക ഘടകങ്ങളാണ്. നമുക്ക് അടിസ്ഥാനപരമായിട്ടും വേണ്ടതാണ് എണ്ണ പോലെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ നമുക്ക് ആവശ്യപ്പെട്ട എല്ലാ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ യുദ്ധത്തിനകത്ത് ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്.